നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന പോരാട്ടത്തിൽ തുർക്കിയെ 3-0 പരാജയപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നല്ലോ. ആദ്യ 2 കളികളും വിജയിച്ച് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് പോർച്ചുഗൽ. ഇന്നലത്തെ 3-0 വിജയം പോർച്ചുഗലിന്റെ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അതെ, ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഇന്നലെ പോർച്ചുഗൽ നേടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ ഇതുപോലൊരു മാർജിനിൽ യൂറോ കപ്പിൽ വിജയിച്ചിട്ടുള്ളത് 3 തവണയാണ്. ആ 3 തവണയും 3-0 വിജയിച്ചു. ഇപ്പോഴിതാ 4ാം തവണ 3-0 പോർച്ചുഗലിന്റെ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ഇതിനു മുമ്പ് 1996 ക്രൊയേഷ്യക്കെതിരെ 3-0 വിജയം, 2000 ജർമ്മനിക്കെതിരെ 3-0 വിജയം, 2021 ഹംഗറിക്കെതിരെ 3-0 വിജയം, 2024 തുർക്കിയെക്കെതിരെ 3-0 വിജയം. പോർച്ചുഗൽസ് ബിഗ്ഗസ്റ്റ് വിൻസ് അറ്റ് ദി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്സ്. കൃത്യമായ കണക്കാണിട്ട് സ്കോക്കാതെ പുറത്തു വിടുന്നു. മാത്രമല്ല, ഇപ്പം കളിച്ച 2 കളികളും ഈ യൂറോ കപ്പിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് 2016 2020 അവർക്ക് ഇത്ര മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ടൂർണമെന്റുകളിൽ ഒരു വിജയം, ഒരു സമനില, ഒരു തോൽവി എന്ന രൂപത്തിലായിരുന്നു. ഇപ്പൊ കളിച്ച 2 കളികളും വിജയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അവരുടെ ഓപ്പണിംഗ് 2 ഗെയിംസ് ഒരു സിംഗിൾ എഡീഷനിൽ തുടർച്ചയായിട്ട് പോർച്ചുഗൽ വിജയിച്ചത് 2000 യൂറോയിലും 2008 യൂറോയിലുമായിരുന്നു. ഇപ്പോഴിതാ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് അവർ പ്രീ ക്വാർട്ടർ നേരത്തെ ഉറപ്പാക്കിയിരിക്കുന്നു. പോർച്ചുഗൽ അല്ലെങ്കിലും മിന്നുന്ന ഫോമിലാണ് 2023 ശേഷം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 17 കളികൾ 2023 ശേഷം 2023 മുതൽ ഇങ്ങോട്ട് അവർ കളിച്ചതെടുത്താൽ അവരുടെ ഒരു പ്രകടനം നോക്കുക. 17 കളികളിൽ 15 വിജയം, അതുപോലെ 2 തോൽവികളാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 88.2% സക്സസ് റേറ്റ്. 54 ഗോളുകൾ അവർ അടിച്ചു കൂട്ടിയപ്പോൾ 11 മാത്രമേ തിരികെ വാങ്ങിയിട്ടുള്ളൂ. 62 ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഓരോ മത്സരങ്ങളിലും ഓൺ ഗോളിലേക്ക് 5.6 ഷോട്ട്സ് പെർ ഗെയിം എന്ന രൂപത്തിൽ അവർ ഉതിർക്കുന്നുമുണ്ട്. 66.4% ആവറേജ് ബോൾ പൊസിഷൻ. ചുരുക്കത്തിൽ അവര് ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് 2023 മുതൽ ഇങ്ങോട്ട് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ യൂറോ കപ്പിലും കാണുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നത് ചെറുതല്ല. അത് നേരത്തെ തന്നെ റോബർട്ടോ മാർട്ടിനസ് സ്ഥിരീകരിച്ച കാര്യമാണ്. കിരീടം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്. ആ ലക്ഷ്യത്തിലേക്ക് CR7 സംഘവും കുതിക്കുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ബാക്കി നമ്മൾ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.